സഡൻ ആയിട്ടാണ് ഞങ്ങളൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്, അതും പൂനെ ടു മണാലി. എന്താവും ഒന്നും അറിയില്ല. എന്തായാലും ഒന്നും പ്രീ പ്ലാൻഡ് അല്ല, നമുക്ക് നോക്കാം എന്താ ഉണ്ടാവാൻ പോണേന്ന്. പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 10 ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ലഗേജസ് ഒക്കെ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആവശ്യത്തിനുള്ള എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഹായ് ഗൈസ്. ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് ആണ് ഡിസൈഡ് ചെയ്തത്. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, ദിവാലി വെക്കേഷൻ ടൈമൊക്കെ. അപ്പോൾ ഞങ്ങൾ പൂനെ ടു മണാലി ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്നും പ്രീ പ്ലാൻഡ് അല്ല, ജസ്റ്റ് എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ നോക്കാം. റോഡ് ട്രിപ്പാണ്. ഇൻഡോർ വരെ ഞങ്ങളുടെ കാറിൽ പോകും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ ക്ലബ്. അപ്പോൾ ലെറ്റ്സ് സീ, ഒരു ഫൺ ട്രിപ്പായിരിക്കും അല്ലേ. പക്ഷെ ഞങ്ങൾ പൂനെന്ന് ഇന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പൂനെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോണത് ഷിർഡിയിലാണ്. ഷിർഡിയിൽ ആദ്യം പോയി നമ്മൾ ദർശനമൊക്കെ ചെയ്ത് സായിബാബിനെ ദർശനമൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ നാളെ ഉച്ചയ്ക്ക് നമ്മൾ ഇൻഡോറിലേക്ക് യാത്ര തിരിക്കും. പൂനെ ടു ഷിർഡി ഏകദേശം 178 കിലോമീറ്റേഴ്സാണ് വരുന്നത്. അതായത് ഒരു 4 hours എടുക്കും നമുക്കവിടെ റീച്ച് ആവാൻ. ഇപ്പോൾ വൈകുന്നേരം ഒരു 8 മണിക്ക് റീച്ച് ചെയ്യുന്ന പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇനിയിപ്പോൾ ആ സമയത്താണ് നമുക്ക് സ്ലോട്ടുള്ളൂ ദർശനം വേണ്ടിയിട്ടുള്ളത്, 8 മണിക്ക്. നമ്മൾ 8 മണിയാകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കുന്നു. നല്ല റോഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ ബിഫോർ ടൈം തന്നെ റീച്ച് ആവും. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. പിന്നെ ഇന്ന് ദിവാലിയാണ്. ഹാപ്പി ദിവാലി. ദിവാലി ആയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണേ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഷിർഡിയൊക്കെ പോകുന്നതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാളും നല്ല എത്നിക് വേഴ്സിലുള്ളത്. ടു ഗോ. ഇനി ഒരു 104 കിലോമീറ്റേഴ്സ് ഉണ്ട് ഷിർഡിയിലെത്താൻ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഷിർഡിയിൽ പോണ ആൾക്കാരാണ്. ഞങ്ങൾ സായിബാബ ഡിവോട്ടീസ് ആണ്. എസ്പെഷ്യലി ഇന്ന് തേഴ്സ്ഡേയും കൂടി ആയതുകൊണ്ട് തിരക്കുണ്ടാവുമെന്നും അറിയില്ല. അപ്പോൾ ദീപാവലി ആണ്, തേഴ്സ്ഡേ ആണ് പൊതുവേ സായിബാബയുടെ ഡേ. എല്ലാവരും ദർശനം ചെയ്യുന്ന ഡേ ആണ് തേഴ്സ്ഡേ. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഒരു ലോങ് ട്രിപ്പ് പോകുമല്ലേ, എല്ലാ സായിബാബയുടെ ബ്ലെസ്സിങ്സും. ഇനിയിപ്പോൾ ചായ കുടിക്കാൻ ഒരു ബ്രേക്ക് എടുക്കണം. അപ്പോൾ ചായ ബ്രേക്കിനായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലം കിട്ടി. കുറേ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടു. അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിർത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ചായ കുടിക്കണം. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി സമയം ഇപ്പോൾ 5:36 ആയി. പിന്നെ എന്തെങ്കിലും ലൈറ്റായിട്ട് സ്നാക്കും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് വന്നു കേട്ടോ. സോയ ചില്ലിയും പിന്നെ ചായയാണ് ഓർഡർ ചെയ്ത്. വലിയ ഇതൊന്നും ആയിട്ടല്ല, ഹെവി ആയിട്ടൊന്നും അല്ല, ലൈറ്റായിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു. ഇനി എത്തിയിട്ടില്ല, നല്ല ഇരുട്ടായി. ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയ കാരണം കുറച്ചൊരു 15-20 മിനിറ്റ്സ് ഡിലേ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണിക്കുന്ന ഒരു 7:20ക്കാണ് റീച്ച് ആവണേ. 46 മിനിറ്റ്സും കൂടിയുള്ളൂ. ഇനി 33 കിലോമീറ്ററാണ്. അപ്പം ഞങ്ങൾ ഓൺലൈനിൽ ദർശൻ ബുക്ക് ചെയ്തു. കാരണം 8 മണിക്ക് സ്ലോട്ട്സ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഓൺലൈനിൽ തന്നെ 2 പേരുടെ ബുക്ക് ചെയ്തു. ദർശനം എത്ര പെർ ഹെഡ് 200 റുപ്പീസാണ് പെർ ഹെഡ്. അങ്ങനെ 2 പേരുടെയും ദർശൻ ബുക്ക് ചെയ്തു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഷിർഡി എത്തിയിട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ദർശനം കയറണം. ഇനിയൊരു 1/2 hour കൂടി ഉള്ളൂ. കാരണം 8 മണിക്ക് കയറിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് ദർശനം കയറാൻ പോവാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താലും പ്രിൻറ്റഡ് കോപ്പീസ് നമ്മൾ കയ്യിൽ വെക്കണം കേട്ടോ ബുക്കിങ്ങിൻ്റെ. അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ നമുക്ക് ദർശനം അവർ അലൗ ചെയ്യില്ല.
അപ്പോൾ മറക്കാതെ പ്രിൻറ്റഡ് കോപ്പീസ് എല്ലാവരും കയ്യിൽ വെക്കണം. അപ്പോൾ ഈ ഓപ്പോസിറ്റിൽ കാണുന്നതാണ് കേട്ടോ ഷിർഡി മന്ദിർ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് പോയി തൊഴുതിട്ട് വരാം. അങ്ങനെ ഒരു അടിപൊളി ദർശനം കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തൊഴുത് ഇറങ്ങാൻ പറ്റി. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം, പിന്നെ ഒരു കോഫി കുടിക്കണം. എന്നിട്ട് ഞങ്ങൾ നേരെ പോയി റൂമിൽ ചെക്ക് ഇൻ ചെയ്യും. ഓൾറെഡി റൂംസൊക്കെ ബുക്ക്ഡാണ്. അപ്പോൾ ഞങ്ങളുടെ ദർശനമൊക്കെ കഴിഞ്ഞു. അടിപൊളി ദർശനമായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ദീപാവലിക്ക് എല്ലാവരും വീട്ടിലാണ്, വലിയ തിരക്കൊന്നും. പക്ഷേ ഭയങ്കര ഭംഗിയിൽ നല്ല കുറേ ദീപങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒന്നും കാണിക്കാൻ പറ്റാനില്ല. അങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി വന്നു. കോഫി കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു വെജ് താലിയാണ് ഓർഡർ ചെയ്ത്. ഒരു സ്പെഷ്യൽ വെജ് താലി, കുറേ ഡിഫറെൻറ്റ് സബ്ജീസും ജീര റൈസും പിന്നെ നാനും എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല ഫുഡായിരുന്നു കേട്ടോ. പക്ഷെ രണ്ടാൾക്ക് കഴിക്കാൻ വേണ്ടി ക്വാണ്ടിറ്റി ഭയങ്കര അധികമായിരുന്നു. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്പിരിച്വൽ റിസോർട്ടാണ് കേട്ടോ. സെൻറ്റ് ലോൺ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ജസ്റ്റ് ഷിർഡി മന്ദിറിൻ്റെ പിൻഭാഗത്ത് തന്നെയാണ്. അവർ ഫ്രീ ഷട്ടിൽ സർവീസും എല്ലാം ഇവിടെ നിന്ന് തന്നെ അവർ നമുക്ക് ദർശനം വേണ്ടി പ്രൊവൈഡ് ചെയ്യും. നല്ലൊരു, ഞങ്ങൾ 2-3 വട്ടം സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ലൊരു റിസോർട്ടാണ്. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞു അല്ലേ? ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ശരിക്കും. രാവിലെ ഇതിൻ്റെ ഉള്ളിൽ സായിബാബ മന്ദിരും എല്ലായി. ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ല ഒരു മെഡിറ്റേഷൻ സെൻറ്ററും അതേപോലെ അതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെ 2-3 സായിബാബ മന്ദിരൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ്. ഭയങ്കര അഫോർഡബിൾ സ്റ്റേയുമാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ദീപാവലിയും കൂടി ആയതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. നല്ല ഡീസൻറ്റ് ഒരു റൂമാണ്. അതേപോലെ തന്നെ ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർഡായിട്ട് ഫീൽ ചെയ്യും കേട്ടോ ഇവിടെ. നല്ല അഫോർഡബിൾ സ്റ്റേയും കൂടിയാണ്. ഇനിയിപ്പോൾ നാളെ ഇൻഡോറിലേക്കും ഒരു ലോങ് ഡേ ട്രാവലാണ്. 12 hours ജേർണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫ്രഷായി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. നാളത്തെ വീഡിയോയിൽ കാണാം.